ഇന്നത്തെ എപ്പിസോഡിനകത്തെ കോമഡി പീസ്, അട്ടർ കോമഡി പീസ് കഥാപാത്രമായി മാറിയത് സാബുമാനാണ് കേട്ടോ. ആ ഒരു കോമഡി പീസ് അവാർഡ് സാബുമാൻ അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ തോന്നുന്നില്ല. കയ്യിൽ മുട്ടയെ ഏന്തി പിടിച്ചൊരു നിപ്പുണ്ട്, പഴം പുഴുങ്ങിയ പോലൊരു നിപ്പ്. കണ്ടിട്ട് ചിരി വന്നു. സത്യമായിട്ടും പറയുകയാണ്, അവിടെ വേറെ എന്തൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അതിലൊന്നും ഇടപെടാതെ വായില് മറ്റേ അണ്ണാക്കില് പഴവും തിരികെ ഇരുന്ന ഈ സാബുമാൻ ആരോ മുട്ട എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പല്ല് കടിക്കുകയാണ്. ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ എന്തിന്റെ കേടാണ് എന്നും പറഞ്ഞിട്ട് പല്ല് കടിക്കുകയാണ്. ഞാൻ എപ്പിസോഡിൽ കണ്ടിട്ട് എനിക്ക് ചിരിയും കൂടെ വന്നു കേട്ടോ. പല്ല് കടിച്ചിട്ട് ഇന്ന് ചോദിക്കുകയാണ്, ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ എന്തിന്റെ കേടാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നെവിനും അക്ബറും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങളല്ലടാ, ഞാനും ഇവനും ഒന്നും അല്ലടാ എടുത്തത്, ആരാണ് ഇപ്പൊ എടുത്തത് എന്ന് പറഞ്ഞ് വീണ്ടും പല്ല് കടിക്കുകയാണ്. ആ പല്ല് കടിച്ചിങ്ങനെ കലിപ്പിച്ചങ്ങ് നിൽക്കുവാണ്. ഇത് മുട്ട കയറ്റാൻ വേണ്ടിയാണോ ഇവൻ ഈ ബിഗ് ബോസിനകത്തേക്ക് പോയത്? എനിക്ക് സത്യമായിട്ട് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണ് ബിഗ് ബോസ് ഒരു സീസണിൽ എടുക്കുന്നത്? ഇതൊന്നും ത്യജിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ? വെളിയിലിറങ്ങി എത്ര മുട്ട വേണേലും പുഴുങ്ങി തിന്നോ? അവിടെ നിന്നിട്ട് അതിൻ്റെ അകത്ത് എന്തിനാണ് കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? അവിടെയുള്ള എത്ര പേര്, എല്ലാവരും പ്രോട്ടീനും പോഷകാഹാരവും എല്ലാം ത്യജിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർക്കൊക്കെ ബിഗ് ബോസ് കൊടുക്കുമ്പോഴേ അവരൊക്കെ പോഷകാഹാരം കഴിക്കുന്നുള്ളൂ. അല്ലാതെ എവിടുന്നേലും പോഷകാഹാരം കയറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. സാബുമാന് മാത്രം പോഷകാഹാരം വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും സാബുമാനെ? ഇങ്ങനെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ വീട്ടിലിരുന്ന് നോക്കിയൂടെ? ഒരു കാര്യത്തിലും ഇടപെടത്തുമില്ല. അവിടെ പറഞ്ഞതെല്ലാം കൂടി ഇവിടെ പോയി പറഞ്ഞു, ഇവിടെ പറഞ്ഞതെല്ലാം കൂടി അപ്പുറത്ത് പോയി പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു കാര്യമില്ല, ബീംബാഗിൽ ഇരിക്കാനല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സത്യമായിട്ടും ഇത്രയും യൂസ്ലെസ് ആയിട്ടുള്ള, ഇത്രയും വേസ്റ്റ് കണ്ടസ്റ്റന്റിനെ ഒരു സീസണിലും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു സീസൺ 3 നോബി അണ്ണൻ ഒക്കെ മുത്തുമണിയായിരുന്നു. പിന്നെ സീസൺ 4 റോൺസൺ, ഇവരെയൊക്കെ നമിച്ചു പോവുകയാണ്. പിന്നെ റിനോഷൊക്കെ പൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. റിനോഷൊക്കെ കിഡിലും മത്സരാർത്ഥിയായിരുന്നു. പിന്നെ സീസൺ 6 അർജുനൊക്കെ എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടായിരുന്നു. നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അർജുൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. കോംബോയും നല്ല വൈറലായിരുന്നു. ഇവരൊന്നുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഈ വേസ്റ്റിനെ ഒന്നും കമ്പയർ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അവർക്കൊക്കെ അപമാനമാണ്. പ്രത്യേകിച്ച് റിനോഷും ഒക്കെ ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.